ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ 2025 ജനുവരി 1 കണക്കുകൾ പ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉന്നത പഠനം നടത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 18,82,318 ആണ്. 153 രാജ്യങ്ങളിലായി വിദ്യാർത്ഥികൾ ചിതറിക്കിടക്കുന്നു എന്നത് ഇന്ത്യൻ യുവത്വത്തിന്റെ ആഗോള അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ മോഹങ്ങളെയും വെളിപ്പെടുത്തുന്നു. മുൻകാലങ്ങളിൽ സമ്പന്ന വർഗത്തിന്റെ മാത്രം ലക്ഷ്യമായിരുന്ന വിദേശ പഠനം ഇന്ന് മധ്യവർഗ കുടുംബങ്ങൾക്കും പ്രാപ്യമായി മാറിയിരിക്കുന്നുണ്ട്. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആദ്യ ചോയ്സ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആശയവിനിമയം, ഉയർന്ന ജീവിത നിലവാരം, പഠനശേഷം ലഭിക്കുന്ന PR സാധ്യതകൾ എന്നിവയായിരുന്നു പ്രധാന ആകർഷണങ്ങൾ. എന്നാൽ സമീപകാലത്ത് ഈ രാജ്യങ്ങളോടുള്ള താല്പര്യം കുറയ്ക്കാൻ ചില പ്രധാന ഘടകങ്ങൾ കാരണമായി. കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമങ്ങൾ കഠിനമാക്കി. വിസ ഫീസുകൾ കുത്തനെ ഉയർത്തിയതും ജീവിത ചെലവ് വർദ്ധിച്ചതും പല വിദ്യാർത്ഥികളെയും സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കി. പഠനം പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള പെർമിറ്റുകളിൽ വന്ന നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികളെ നിരാശരാക്കി. ഇതോടെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂറോപ്പിലെയും ഏഷ്യയിലെയും മറ്റ് വികസിത രാജ്യങ്ങളിലേക്ക് കണ്ണു തുറന്നത്. അമേരിക്കയും UKയും ബദലായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ന് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന രാജ്യം ജർമ്മനിയാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങളും നിരവധിയാണ്. ജർമ്മനിയിലെ മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും ട്യൂഷൻ ഫീസ് ഈടാക്കുന്നില്ല. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വെറും $1,500, അതായത് ഏകദേശം 1.25 ലക്ഷം രൂപ മാത്രം അഡ്മിനിസ്ട്രേഷൻ ചാർജായി നൽകിയാൽ മതിയാകും. ഇത് 2 വർഷത്തെ മൊത്തം കോഴ്സിനുള്ള തുകയാണെന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ്. ജർമ്മൻ ഭാഷ നിർബന്ധമായിരുന്ന പഴയ കാലത്തിൽ നിന്നും മാറി ഇപ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ഇംഗ്ലീഷ് മാധ്യമത്തിലുള്ള ധാരാളം കോഴ്സുകൾ ജർമ്മനി ആരംഭിച്ചിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കിയ ശേഷം 18 മാസം വരെ ജോലി തേടി ജർമ്മനിയിൽ തുടരാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ട്. നിലവിൽ ജർമ്മനിയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിശബ്ദമായ വിപ്ലവം സൃഷ്ടിക്കുന്ന മറ്റൊരു രാജ്യമാണ് ന്യൂസിലൻഡ്. 2900% ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ താല്പര്യം വർദ്ധിച്ചത്. 2024 ജനുവരി മുതൽ ആഗസ്റ്റ് വരെയുള്ള 8 മാസത്തിനിടെ മാത്രം 10,640 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ന്യൂസിലൻഡിൽ എത്തിയത്. ഇത് മുൻവർഷത്തെക്കാൾ 34% കൂടുതലാണ്. സർവേ പ്രകാരം ന്യൂസിലൻഡിൽ പഠിക്കുന്ന 92% ഇന്ത്യൻ വിദ്യാർത്ഥികളും അവിടുത്തെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ പൂർണ്ണ സംതൃപ്തരാണ്. സുതാര്യമായ നിയമങ്ങളും ക്രമമായ പുരോഗതിയും ഈ രാജ്യത്തെ സുരക്ഷിതമായ ഒരു പഠന കേന്ദ്രമാക്കി മാറ്റുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വൻ ശക്തിയായി മാറുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ദുബായ് പോലുള്ള നഗരങ്ങൾ ആഗോള സർവകലാശാലകളുടെ ക്യാമ്പസുകളാൽ സമ്പന്നമാണ്. ഇന്ത്യയുമായുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ദുബായ് പോലുള്ള നഗരങ്ങളിൽ ലഭിക്കുന്ന ഇന്ത്യൻ സാംസ്കാരിക ചുറ്റുപാടും വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആകർഷിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിൽ UAE എത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് 55% ഇരട്ടിയായി വർദ്ധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഇന്നത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കേവലം ഒരു വിദേശ ബിരുദത്തിനപ്പുറം ചില കാര്യങ്ങൾ കൂടി ലക്ഷ്യം വെക്കുന്നു. മുടക്കുന്ന പണത്തിനുള്ള മൂല്യം വിദ്യാർത്ഥികൾ കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ പ്രിയപ്പെട്ടതാവുന്നത്. പരമ്പരാഗത ജോലി മേഖലകൾക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ ലഭിക്കുന്ന രാജ്യങ്ങളെ അവർ തിരഞ്ഞെടുക്കുന്നു. വംശീയമായ ആക്രമണങ്ങൾ കുറഞ്ഞ വിദ്യാർത്ഥി സൗഹൃദപരമായ രാജ്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നു. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ ഓരോ കോണിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. പരമ്പരാഗതമായി ആധിപത്യം പുലർത്തിയിരുന്ന രാജ്യങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിക്കുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ വാതിലുകൾ തുറക്കാനാണ് സഹായിച്ചത്. ഭാവിയിൽ ജപ്പാൻ, സൗത്ത് കൊറിയ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. മികച്ച സ്കോളർഷിപ്പുകളും ലളിതമായ വിസ നടപടികളുമായി കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യൻ യുവത്വത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ന് ആഗോള വിദ്യാഭ്യാസ ഭൂപടത്തിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ്. അവരുടെ മാറ്റങ്ങളെയും താല്പര്യങ്ങളെയും അവഗണിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല. അമേരിക്കയും കാനഡയും തങ്ങളുടെ നിയമങ്ങളിൽ അയവ് വരുത്താൻ നിർബന്ധിതമാകുന്നതും ജർമ്മനിയും UAEയും വാതിലുകൾ തുറന്നിടുന്നതും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഈ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. മാറുന്ന കാലത്തിനൊപ്പം വളരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ലോകത്തിന് മുൻപിൽ പുതിയ വിദ്യാഭ്യാസ പാതകൾ വെട്ടിത്തുറക്കുകയാണിപ്പോൾ.